മഹാലക്ഷ്മി സീരിയലിൻ്റെ ഏറ്റവും പുതിയ പ്രൊമോ റിവ്യൂയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. മേഘനൊരുക്കിയ കെണിയിൽ കണ്ണൻ മാത്രമല്ല നമ്മുടെ മാർക്കോയും കൂടി പെടുന്നുണ്ട്. എന്തായാലും മേഘൻ ഒറ്റയ്ക്ക് കണ്ണനെയും കൂട്ടിക്കൊണ്ടു പോയി എന്നുള്ളൊരു വാർത്ത അറിഞ്ഞ് മഹാലക്ഷ്മി ആകെ തകർന്നിരിക്കുവാണ്. മഞ്ജു പറഞ്ഞതിന് ശേഷം മഹാലക്ഷ്മിക്ക് യാതൊരു സമാധാനവും. ഒരുപാട് കടന്ന് ടെൻഷൻ അടിക്കുന്നത് കണ്ട് ലേഖ സമാധാനിപ്പിക്കുന്നുവെങ്കിലും മഹിക്ക് സമാധാനം വരുന്നില്ല. അങ്ങനെ അവളുടെ വിഷമം കണ്ടിട്ട് മഞ്ജു ആണെങ്കിൽ കണ്ണേട്ടനെ വിളിച്ചു നോക്കുന്നുണ്ട്. എങ്കിലും മേഘൻ അടുത്തിരിക്കുന്നത് കൊണ്ട് സ്പീക്കർ ഇട്ട് സംസാരിക്കുമായതുകൊണ്ടും എത്രയും പെട്ടെന്ന് ദേഷ്യത്തോടെ ഫോൺ കട്ട് ചെയ്യുന്നുണ്ട് കണ്ണൻ. ഞാൻ എവിടെ പോയാലും നിനക്കെന്ത് വേണം, എന്നെ ഇനി വിളിക്കരുതെന്ന് പറഞ്ഞിട്ടില്ലേ എന്നൊക്കെ പറഞ്ഞ് ചൂടായി കട്ട് ചെയ്യുന്നെങ്കിലും കണ്ണനും എന്തെന്നില്ലാത്തൊരു പേടിയുണ്ട്. ആൾതാമസം ഇല്ലാത്ത ആരോരുമില്ലാത്തൊരു സ്ഥലത്തേക്ക് മേഘനാണെങ്കിൽ വണ്ടി കൊണ്ടുവന്ന് നിർത്തിയിട്ട് കണ്ണനോട് ഇറങ്ങാൻ പറയുന്നു. ഞാൻ എങ്ങനെ ഇറങ്ങാനാ, എനിക്ക് നടക്കാൻ പറ്റില്ലല്ലോ എന്ന് കണ്ണൻ പറയുമ്പോൾ, ഓ അത് ശരിയാണല്ലോ, നിനക്ക് നടക്കാൻ പറ്റില്ല, ഞാൻ ആ കാര്യം അങ്ങ് മറന്ന് വീൽ ചെയർ പോയി എടുത്തുകൊണ്ട് വരാമെന്നൊക്കെ പറഞ്ഞ് മേഘൻ മനസ്സിൽ ചില പ്ലാനൊക്കെ കരുതി കൂട്ടിയിട്ട് വീൽ ചെയർ എടുക്കാൻ പോകുന്നു. അതേസമയം മഹിക്കൊരു പേടിയുണ്ട്. എന്തായാലും കണ്ണേട്ടനെ ഇനി ആരെങ്കിലും അപായപ്പെടുത്താൻ ശ്രമിച്ചാൽ കണ്ണേട്ടന് ചെറുത്തു നിൽക്കാനുള്ള കഴിവുണ്ടെന്ന് മഞ്ജുവും ലേഖയും പറഞ്ഞ് സമാധാനിപ്പിക്കുന്നുവെങ്കിലും മഹാലക്ഷ്മി ചോദിക്കുന്നു, ഇനി ഏതെങ്കിലും ഗുണ്ടകളെ അറേഞ്ച് ചെയ്ത് നിർത്തിയിട്ടുണ്ടെങ്കിലോ, അവർ നിൽക്കുന്ന സ്ഥലത്തേക്കാണ് കണ്ണേട്ടനെ കൊണ്ടുപോയെങ്കിൽ കണ്ണേട്ടൻ എങ്ങനെ രക്ഷപ്പെടും? ഞാൻ നിങ്ങൾ പറയുന്ന എവിടെ വേണമെങ്കിലും 10 മാസം വരെ നിൽക്കാം, പക്ഷേ എൻ്റെ കണ്ണേട്ടൻ്റെ ജീവനൊരാപത്തും വരരുത് എന്നൊക്കെ പറഞ്ഞ് ദൈവത്തിൻ്റെ മുമ്പിൽ കരഞ്ഞ് കൈകൂപ്പി തൊഴുകുന്നുണ്ട് മഹാലക്ഷ്മി. അതിനുശേഷം മഹാലക്ഷ്മിയുടെ വിഷമം കണ്ടിട്ട് നമ്മുടെ ലേഖയാണെങ്കിൽ മാർക്കോയെ വിളിച്ചു നോക്കുന്നെങ്കിലും മാർക്കോയുടെ ഫോൺ സ്വിച്ച് ഓഫ് ആണ്. അതും കൂടി ആയപ്പം മഹാലക്ഷ്മിയുടെ വിഷമം കൂടിയെന്ന് തന്നെ പറയാം. കാലനെ പോലെ ഒരുത്തനെയാണ് കണ്ണേട്ടനെ ഇപ്പോൾ കൂട്ടിക്കൊണ്ടുപോയത്. സ്വത്തിനും പണത്തിനും വേണ്ടി എന്തും ചെയ്യാൻ മടിക്കാത്ത ഒരു ദുഷ്ടനാ. അപ്പം കണ്ണേട്ടൻ നടക്കാൻ തുടങ്ങി. കണ്ണേട്ടൻ്റെ കുഞ്ഞ് എൻ്റെ വയറ്റിലുള്ളതെന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങളെ അവർ ജീവനോടെ വെച്ചേക്കില്ല എന്നൊക്കെ പറഞ്ഞ് മഹി സങ്കടപ്പെടുന്നുണ്ട്. അതേസമയം നമ്മുടെ മാർക്കോയാണെങ്കിൽ കറക്റ്റ് ടൈമിന് മേഘൻ്റെ വണ്ടിയുടെ അടുത്തേക്ക് വരുന്നുണ്ട്. പ്രതീക്ഷിക്കാത്ത സമയത്ത് മാർക്കോയെ കണ്ട് മേഘനൊന്ന് പതറുന്നുണ്ട്. തൻ്റെ പ്ലാനൊന്നും നടക്കില്ലേ, കാരണം താൻ വിചാരിച്ച പോലെ കണ്ണൻ്റെ ജീവൻ അപഹരിക്കാനൊന്നും പറ്റിയില്ല. ആരോരുമില്ലാത്ത സ്ഥലത്ത് എത്തിച്ചെങ്കിലും കറക്റ്റ് ടൈമിന് മാർക്കോ വന്നുകൊണ്ട് മാർക്കോയുടെ കൈക്കരുത്തിന് മുമ്പിൽ മേഘന് പിടിച്ചു നിൽക്കാനാകില്ലെന്ന് വ്യക്തമായിട്ടറിയാം. അങ്ങനെ പതറി നിൽക്കുന്ന മേഘനെ നോക്കി കണ്ണൻ മനസ്സിൽ ആശ്വസിക്കുന്നുണ്ട്. എന്തായാലും മാർക്കോ വന്ന് ഇനി തനിക്ക് പേടിക്കേണ്ട ആവശ്യമില്ല എന്നുള്ളൊരു ആശ്വാസം കണ്ണൻ്റെ മുഖത്തും തെളിയുന്നു. അങ്ങനെ മാർക്കോ വന്ന് ചോദിക്കുന്നു, നീ എന്തിനാടാ കണ്ണ സാറിനെയും കൂട്ടി ഇങ്ങോട്ടേക്ക് വന്നത്? അതെനിക്ക് സാറിനോട് കുറച്ച് കാര്യങ്ങൾ പറയാനുണ്ട്. അത് ഇവിടെ നിന്ന് പറയേണ്ട ആവശ്യമില്ലല്ലോ. ഒരു കാര്യം ചെയ്യേ, നിനക്ക് അത്രയ്ക്ക് സംസാരിച്ചേ പറ്റുള്ളൂന്നുണ്ടെങ്കിൽ സാറിനെയും കൂട്ടി എൻ്റെ ബൈക്കിനെ ഫോളോ ചെയ്ത് വന്നാൽ മതിയെന്ന് പറയുമ്പം നിവൃത്തിയില്ലാതെ നമ്മുടെ മേഘന് സമ്മതിച്ചു കൊടുക്കേണ്ടി വരുന്നു. പിന്നെ കാറിൽ കയറി വണ്ടി ഡ്രൈവ് ചെയ്യാൻ ഒരുങ്ങുന്നു. അതേസമയം മാർക്കോയാണെങ്കിൽ ഹെൽമറ്റൊക്കെ എടുത്തു വെച്ച് ബൈക്കിലൂടെ പോകുന്നു. അങ്ങനെ കുറച്ച് ദൂരം മാർക്കോയുടെ ബൈക്കിന് ഫോളോ ചെയ്ത് മേഘൻ പോകുന്നുവെങ്കിലും മനസ്സിലൊരു പ്ലാൻ തോന്നുന്നുണ്ട്. എന്തായാലും അവൻ ബൈക്കിലിരിക്കുക, ചീറിപ്പോകുന്ന അവൻ്റെ ബൈക്കിലേക്ക് സ്പീഡിന് എൻ്റെ കാറ് കൊണ്ടും തട്ടിച്ചു കഴിഞ്ഞാൽ ആ സ്പോട്ടിൽ അവൻ തീർന്നിരിക്കും എന്ന് മനസ്സിൽ വിചാരിച്ചിട്ട് വണ്ടിയുടെ സ്പീഡ് കൂട്ടുന്നുണ്ട്. അന്നേരം കണ്ണൻ ചോദിക്കുന്നു, എന്തിനാ വണ്ടി ഇത്ര സ്പീഡിന് പോകുന്നത്? മാർക്കോയുടെ വണ്ടിയിലും കാണാൻ തട്ടത്തില്ലേ? നീ പേടിക്കേണ്ടടാ കണ്ണ, അതെനിക്കറിയില്ലേ, ഞാൻ സൂക്ഷിച്ചും കണ്ട് നിന്നെ എത്തിക്കേണ്ടടുത്ത് എത്തിച്ചോളാം. എന്നിട്ട് മനസ്സിൽ വിചാരിക്കുന്നു, നിൻ്റെ അച്ഛനും അമ്മയും നിൽക്കുന്ന പരലോകത്ത് തന്നെ എത്തിച്ചേക്കാം. അങ്ങനെ മേഘനാണെങ്കിൽ ചീറിപ്പാഞ്ഞു കൊണ്ടുവന്ന് മാർക്കോയുടെ ബൈക്കിലേക്ക് തട്ടിക്കുന്നുണ്ട്. മാർക്കോയാണെങ്കിൽ കുതറി വണ്ടിയിൽ നിന്ന് താഴെ വീഴുന്നു. ആ സമയത്ത് നമ്മുടെ ദേവി മുത്തശ്ശി ഇതെല്ലാം മനസ്സിലാക്കിക്കൊണ്ട് അവിടെ നിന്ന് കണ്ണടച്ച് പ്രാർത്ഥിക്കുന്നുണ്ട്. എന്തായാലും നമ്മുടെ മാർക്കോയുടെ ജീവന് യാതൊരു ആപത്ത് സംഭവിക്കില്ല. ബൈക്കിൽ നിന്ന് വീഴുമ്പോൾ ചെറിയ പോറൽ പറ്റും. എന്നാൽ ജീവനോടെ വരുന്ന മാർക്കോ മുന്നത്തേക്കായും വലിയൊരു അപകടകാരിയായി മാറി മേഘനിട്ട് നല്ല തിരിച്ചടി തന്നെ കൊടുക്കും. എന്തായാലും കണ്ണനാണെങ്കിൽ മാർക്കോ ഇങ്ങനെ അപകടം പറ്റി വീഴുന്നത് കണ്ടിട്ട് മാർക്കോ എന്ന് പറഞ്ഞ് അലറി വിളിച്ച് കരയുന്നുണ്ട്. അത് കണ്ട് സന്തോഷം സഹിക്കാൻ പറ്റാതെ കൈയടിച്ച് ചിരിക്കുകയൊക്കെ ചെയ്യുന്നു മേഘൻ. അതേസമയം മാർക്കോ പ്രതീക്ഷിക്കാതെ എണീറ്റ് വന്ന് മേഘൻ്റെ വണ്ടിയുടെ അടുത്തേക്ക് വരുന്നത് കണ്ട് എന്ത് ചെയ്യണമെന്നറിയാതെ പകച്ചു നിൽക്കുന്നുണ്ട് നമ്മുടെ മേഘൻ. എന്തായാലും താൻ ഒരുക്കിയ കെണിയിൽ താൻ തന്നെ വീഴാൻ പോകുകയാണെന്നുള്ള കാര്യം അവൻ ഉറപ്പാകുന്നു. അതേസമയം മഹാലക്ഷ്മിയാണെങ്കിൽ വീണ്ടും വീണ്ടും നമ്മുടെ മാർക്കോയെ വിളിച്ചു നോക്കുന്നുണ്ട്. അപ്പോഴെല്ലാം ഫോൺ സ്വിച്ച് ഓഫ് എന്നാണ് പറയുന്നത്.
ഒരു കാര്യം ഇതിൽ നിന്നും കണ്ണനും മഹാലക്ഷ്മിയും തിരിച്ചറിയുന്നുണ്ട്. എന്തായാലും മേഘൻ തിരിച്ചറിഞ്ഞു കഴിഞ്ഞിരിക്കുന്നു. കണ്ണന് കാലിന് സ്വാധീനം കിട്ടി. കണ്ണൻ്റെ കുഞ്ഞാണ് മഹിയുടെ വയറ്റിലുള്ളതെന്നുള്ള കാര്യം. അതുകൊണ്ട് തന്നെ ഇനി ഈ രഹസ്യം ഇങ്ങനെ ഒളിപ്പിച്ച് വെക്കാൻ പറ്റില്ല. അതുകൊണ്ട് മഹാലക്ഷ്മി വീണ്ടും അനന്തുവിൻ്റെയും ലേഖയുടെയും വീട്ടിൽ തന്നെ നിർത്തിക്കൊണ്ട് എല്ലാവരുടെയും മുമ്പിൽ ആ രഹസ്യം പരസ്യമാക്കുന്നുണ്ട് കണ്ണനും മഹാലക്ഷ്മിയും. അതായത് കണ്ണനും മഹാലക്ഷ്മിക്ക് യാതൊരു പിണക്കോ പരിഭവോ ഇല്ല. അവർ രണ്ടുപേരും ഇപ്പോഴും ഒന്നാണ്. കണ്ണന് മുന്നത്തെ പോലെയല്ല, 12ാമത്തെ വയസ്സിൽ നഷ്ടമായ കാലിൻ്റെ സ്വാധീനം തിരികെ കിട്ടി. ശത്രുക്കൾക്കെല്ലാം തിരിച്ചടി കൊടുക്കാനുള്ള കരുത്തും ശക്തിയുമെല്ലാം കണ്ണന് തിരികെ കിട്ടിയെന്ന് മനസ്സിലാക്കിയ കരുണയും ദുർഗയും മേഘനുമൊക്കെ ആകെ തകർന്നു എന്ന് തന്നെ പറയാം. ഇനി ഇവരുടെ നീക്കം ഉറപ്പായിട്ടും നമ്മുടെ മഹാലക്ഷ്മിയുടെ നേർക്കും കണ്ണൻ്റെ നേർക്കും തിരിയുന്ന സമയത്ത് മാർക്കും അവർക്കെല്ലാം തിരിച്ചടി കൊടുക്കുമായിരിക്കും. കാത്തിരിക്കാം.